ഒരു തുള്ളി ചോരയ്ക്കായി ആശുപത്രി വരാന്തകളിൽ ഉരുകിത്തീരുന്ന നിർധന ജീവനുകൾക്ക് മുന്നിലേക്ക് കാവൽ മാലാഖയെ പോലെ ഒരാൾ ഓടിയെത്തുന്നു. പേര് മുസ്തഫ എടയപ്പുറം. ആലുവ ഗവൺമെന്റ് ആശുപത്രി കേന്ദ്രീകരിച്ച് രക്തത്തിന്റെ ലഭ്യത കുറവ് മൂലം പ്രതിസന്ധിയിലാകുന്ന ക്യാൻസർ ഡയാലിസിസ് രോഗികൾക്കായി കഴിഞ്ഞ 5 വർഷമായി രാപ്പകലില്ലാതെ സന്നദ്ധ സേവനം നടത്തുകയാണ് ഈ യുവാവ്. രക്തം കാശാക്കി മാറ്റുന്ന ബ്ലഡ് മാഫിയയുടെ ചൂഷണങ്ങൾക്ക് ചങ്ങലയിട്ട് മനുഷ്യത്വം മാത്രം കൈമുതലാക്കി മുന്നേറുന്ന മുസ്തഫ ഇന്ന് ഒരു നാടിന്റെ ആകെ പ്രത്യാശയും വലിയൊരു നന്മയുടെ മുഖവുമാണ്. കഴിഞ്ഞ 5 വർഷമായി ആലുവ എടയപ്പുറം സ്വദേശി മുസ്തഫ രോഗികൾക്ക് വലിയൊരു ആശ്രയമാണ്. രക്തത്തിന്റെ ലഭ്യതക്കുറവ് മൂലം പ്രതിസന്ധിയിലാകുന്ന നിർധന രോഗികൾക്ക് താങ്ങാവുകയാണ് ഇദ്ദേഹം. ആലുവ പൗരാവകാശ സംരക്ഷണ സമിതിയുടെ എമർജൻസി ബ്ലഡ് ഡൊണേഷൻ ജില്ലാ കോർഡിനേറ്റർ കൂടിയായ മുസ്തഫയ്ക്ക് ഒരു സന്ദേശം ലഭിച്ചാൽ ഉടൻ തന്നെ ആവശ്യമായ ഗ്രൂപ്പിലുള്ള ദാതാക്കളെ കണ്ടെത്താനുള്ള ഓട്ടത്തിലാകും. കോളേജുകൾ, പോലീസ് സ്റ്റേഷനുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവിടങ്ങളിലെ രക്തദാതാക്കളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്ന മുസ്തഫ അവരെ കൃത്യസമയത്ത് ആശുപത്രികളിൽ എത്തിക്കാൻ മുൻകൈയെടുക്കുന്നു. എന്റെ പേര് മുസ്തഫ എടയപ്പുറം. കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക്, അതായത് ഡയാലിസ്, ക്യാൻസർ ഇങ്ങനെയുള്ള ഒരുപാട് പേഷ്യന്റിന് സ്ഥിരമായി ബ്ലഡ് സംഘടിപ്പിക്കും. അതായത് ഈ ബ്ലഡ് ബാങ്കിൽ തന്നെ ഒരുപാട് ഷോർട്ടേജ് ഉണ്ട് ബ്ലഡിന്. ഏത് ഗ്രൂപ്പാണെങ്കിലും നമ്മുടെ ആലുവ ബ്ലഡ് ബാങ്കിൽ നിന്നാണ് പെരുമ്പാവൂര്, ആലുവ, ESA, പാതാളം എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ ബ്ലഡ് പോകുന്നു. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ബ്ലഡ് ബാങ്കിൽ ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ അവർ എന്നെ വിളിക്കുകയും ഞാൻ ഞങ്ങളുടെ സംഘടന വഴിയും കോളേജ് വഴിയും ബന്ധപ്പെട്ട്, അത് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ എത്തിക്കുകയും വിദ്യാർത്ഥികളെ എത്തിച്ചിട്ടും ബ്ലഡ് കൊടുക്കാൻ 5 വർഷക്കാലമായി ഇന്ന് 5 വർഷം തികയാണ് ഈ ബ്ലഡ് രംഗം. മുൻപ് രക്തദാനത്തിന്റെ പേരിൽ പണം തട്ടിയെടുക്കുന്ന ഇടനിലക്കാർ സജീവമായിരുന്ന സാഹചര്യത്തിലാണ് പൗരാവകാശ സംരക്ഷണ സമിതിയുമായി ചേർന്ന് മുസ്തഫ ഈ കൂട്ടായ്മ രൂപീകരിച്ചത്. ഇതിലൂടെ പൂർണ്ണമായും സൗജന്യമായി അർഹരായവരിലേക്ക് രക്തം എത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഒരു തവണ രക്തം സ്വീകരിച്ചവരെയും അവരുടെ ബന്ധുക്കളെയും പിന്നീട് ഈ കൂട്ടായ്മയുടെ ഭാഗമാക്കുന്നതിലൂടെ വലിയൊരു ദാതാക്കളുടെ ശൃംഖല തന്നെ മുസ്തഫ കെട്ടിപ്പടുത്തിട്ടുണ്ട്. മനുഷ്യത്വം മാത്രം കൈമുതലാക്കി പ്രതിഫലം ഒട്ടും പ്രതീക്ഷിക്കാതെ ജീവൻ സംരക്ഷിക്കാനുള്ള ഈ ദൗത്യവുമായി മുന്നോട്ടു പോകുന്ന മുസ്തഫ എടയപ്പുറം ഇന്ന് ആലുവയുടെ നന്മയുടെ മുഖമാണ്. ഇവിടെ ഈ ഗവൺമെന്റ് ആശുപത്രി മുൻകാലങ്ങളിൽ, അതായത് എന്റെ ചെറുപ്പകാലത്ത് ഇവിടെ ഒരുപാട് പേര് വന്ന് നിൽക്കുകയും അവർ ബ്ലഡ് കച്ചവടമായിട്ടായിരുന്നു അന്ന് കണ്ടിരുന്നത്. അപ്പൊ ഈ ആലുവ താലൂക്ക് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ കീഴിൽ ഇന്ന് 5 വർഷം ഞങ്ങൾ തേക്കുകയാണ് രക്തദാന രംഗത്ത് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഞാൻ നമ്മുടെ ഡയാലിസിസ് പേഷ്യന്റിനും ക്യാൻസർ പേഷ്യന്റുമാണ്. നാളെ ഇത് നമുക്ക് വരാം. ആർക്കാണോ എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റൂല. രക്തദാനം മഹാദാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രക്തദാനം മഹാദാനമാണ്. അപ്പോൾ ഈ ബ്ലഡ് ബാങ്കിന്റെ എല്ലാ കാര്യങ്ങളിലും ബ്ലഡ് കൊടുക്കാനും ഈ ലൈവായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും സഹകരിക്കണം. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് മുസ്തഫയെ തേടിയെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ആലുവ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഡിജിറ്റൽ ലോകത്തേക്ക് മാറ്റാൻ റെഡിയാണോ? ജയ് ഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇതാ ട്രെൻഡിംഗ് കോഴ്സുകൾ. ഡാറ്റ സയൻസ് മുതൽ വെബ് ടെക്നോളജീസ് വരെ അത്യാധുനിക ലാബ് സൗകര്യങ്ങൾ, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ്, പിന്നെ മികച്ച പ്ലേസ്മെന്റ് സപ്പോർട്ടും. ജയ് ഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പെരുമ്പാവൂർ.